പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലൈവിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയോട് പബ്ലിക് ആയിട്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ കേട്ടോ, ഇന്നലെ കൂടി കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ചിരിയാണ് വരുന്നത്. സൂപ്പർ കക്ഷി അടാറ് സാധനമാണല്ലോ. ഒരു പബ്ലിക്കായിട്ട് ഒരു പെണ്ണ് ലൈവിൽ ഇപ്പൊ ഏതെങ്കിലും പെണ്ണിനോട് വന്ന് അത് കാണിക്കുന്ന ഏതെങ്കിലും പെൺപിള്ളേർ വന്ന് തുണി നോക്കി കാണിക്കും. ഇങ്ങനെയുണ്ട് ആണുങ്ങള്, ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയും ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്രം തരും. ഞാൻ പറയും മൂത്രം കുപ്പിലാക്കി കൊടുക്കാന്ന് പറയും. ബെസ്റ്റ്. ഞാനത് സെയിൽ ചെയ്യാൻ പോണു. എന്റെ ശരീരത്തിൽ ഒന്നും കളയാനില്ല. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. ഇന്നലെ ലൈവ് ഇട്ട് കഴിഞ്ഞ് വന്നാണ് ചേച്ചിയുടെ നെയില് കണ്ടപ്പോ തന്നെ എനിക്ക് മൂടായി. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഡെയിലി വന്ന് ചോദിക്കും ഒരു കളി തരുമോ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പറഞ്ഞു ഞാൻ കളി തരാം. തരാന്ന്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ 4000 പേര് കാണുമ്പോ ഒരു കളി തരുമോ ചോദിച്ചു. ഞാൻ കളി ഞാൻ പാവം, അവന്റെ ഹൃദയം എന്ന് പറഞ്ഞാണ്ടല്ലോ പൂവാ, ചെമ്പരത്തി പൂവ്. അഡ്രസ് പറ, നിന്റെ വീട്ടിൽ ഞാൻ വരും. കളിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ ഞാൻ വരും. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നു. ഒരാൾ അഡ്രസ് ഇട്ടതാ, ഞാൻ ഇവന്റെ വീട്ടിൽ പോയി. ഉറപ്പാണ്. ഒരുത്തന്റെ അഡ്രസ് എനിക്ക് ചൊവ്വേന്നേരം ഒരു അഡ്രസ് ഇട്ടേ ഇവന്റെ വീട്ടിൽ കളിക്കാനായിട്ട് അവന്റെ വീട്ടിൽ ഞാൻ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. 100% ഉറപ്പാണ് ഞാൻ വന്നിരിക്കും. ഞാൻ ലൈവിൽ ഇരിക്കുമ്പോ എന്റെ ലൈവിൽ വന്നാല് ആ അഡ്രസ് എനിക്ക് നിന്റെ വീട്ടിൽ വരും. അങ്ങനെ ഒന്ന് നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റും. ബെഡ്റൂമിൽ ഞാൻ ചെല്ലും. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ഞാൻ പോട്ടെ.